പലസ്തീനായിലെ നാബ്ലസ് സ്വദേശിയായിരുന്ന പ്രിസ്കസിന്റെ മകനായിരുന്നു വിശുദ്ധ ജസ്റ്റിൻ. വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരുന്നു തന്റെ യുവത്വം മുഴുവൻ വിശുദ്ധൻ ചിലവഴിച്ചിരുന്നത്. അവന് പ്രായപൂർത്തിയായപ്പോൾ തത്വശാസ്ത്രത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം നിമിത്തം ജസ്റ്റിൻ ഒരു തത്വശാസ്ത്ര വിദ്യാർത്ഥിയാവുകയും എല്ലാ തത്വശാസ്ത്രജ്ഞന്മാരുടെയും കൃതികൾ വിശദമായി പഠിക്കുകയും ചെയ്തു. അവയിൽ മിക്കവയിലും അബദ്ധജടിലമായ സിദ്ധാന്തങ്ങളും തെറ്റുകളുമാണെന്ന് വിശുദ്ധൻ മനസ്സിലാക്കി. അപരിചിതനായ ഒരു വൃദ്ധനിൽ നിന്നും സ്വർഗീയ ജ്ഞാനത്തിന്റെ പ്രകാശം വിശുദ്ധന് ലഭിക്കുകയും ക്രിസ്തീയ വിശ്വാസമാണ് സത്യദർശനമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് വിശുദ്ധൻ ക്രിസ്തുമതത്തെ സ്വീകരിച്ചു. ക്രിസ്തുവിൽ ഒന്നായതിനു ശേഷം രാവും പകലും അദ്ദേഹത്തിന്റെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥമുണ്ടായിരുന്നു. തന്റെ പ്രാർത്ഥനയാൽ ആളിക്കത്തിയ ദൈവികാഗ്നി സദാസമയവും വിശുദ്ധന്റെ ആത്മാവിൽ നിറഞ്ഞു നിന്നു. യേശുവിനെ കുറിച്ചുള്ള അഗാധമായ അറിവ് നേടിയ വിശുദ്ധൻ തന്റെ അറിവ് മുഴുവൻ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചനയ്ക്കായി സമർപ്പിച്ചു. വിശുദ്ധ ജസ്റ്റിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആവശ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ക്രിസ്തീയ പക്ഷപാത രചനകളായിരുന്നു. ചക്രവർത്തിയായ ആന്റോണിനോസ് പിയൂസ് ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. ഒരുപാട് പേരെ വിശുദ്ധൻ രക്ഷിച്ചെങ്കിലും വിശുദ്ധന് സ്വയം രക്ഷപ്പെടുവാൻ സാധിച്ചില്ല. തുടർന്ന് മുഖ്യൻ വിശുദ്ധനെ വധിക്കുവാൻ ഉത്തരവിട്ടു. ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് ചമ്മട്ടി കൊണ്ടുള്ള ക്രൂരമായ പീഡനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് യേശുവിന് വേണ്ടി ചോര ചിന്തിക്കൊണ്ട് വിശുദ്ധൻ രക്തസാക്ഷിത്വ മകുടം ചൂടി.